ഫെബ്രുവരി 26, 2026 അന്നായിരുന്നു രണ്ടാം നക്ഷത്രക്കൂട്ടത്തിൻ്റെ ഹാപ്പി വില്ലേജിൽ ഒരുമിച്ച് കൂടൽ. അംഗങ്ങളെല്ലാവരും വളരെയധികം ഉത്സാഹത്തോടെ കൃത്യസമയത്തിന് തന്നെ എത്തിച്ചേർന്നു. പ്രശസ്ത എഴുത്തുകാരിയും നാടകാഭിനേതാവും ഗായികയുമായ സത്യകുമാരി ടീച്ചർ പാടിത്തുടങ്ങി. എല്ലാവരും എത്തിച്ചേർന്നതിന് ശേഷം ഞാൻ ജീവനോടെ ജീവിക്കട്ടെ എന്ന ഗാനം ആലപിക്കപ്പെട്ടു. തൃശ്ശൂർ ജില്ലാ സീനിയർ കോർഡിനേറ്ററായ PU കുഞ്ഞപ്പു സാറായിരുന്നു പാർട്ടിസിപ്പൻ്റ് ലീഡർ. അദ്ദേഹം തീം സെൻറ്റേഡ് ഇൻട്രാക്ഷൻ ലീഡ് ചെയ്തു. പ്രശസ്ത മോട്ടിവേഷണൽ ട്രെയിനർ ആയ AK ഡിക്സൺ സാർ ഒരു ഗെയിമിലൂടെ എല്ലാവരുടെയും ഓർമ്മ പരിശോധിച്ചുകൊണ്ട് മെമ്മറി ടെസ്റ്റ് നടത്തി. ഒരു ടൂറിന് പോകുമ്പോൾ എന്തെല്ലാം കൊണ്ടുപോകും എന്നാണ് ഓർത്തെടുപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. എല്ലാവരും ആ സ്പിരിറ്റ് വിട്ടുകളയാതെ തന്നെ പങ്കെടുത്തു. ശ്രീ വർഗീസ് കുട്ടി കുറ്റിച്ചിറയുടെ ജീവിതാനുഭവത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു കഥ, ഒരു അനുഭവം ഷൂട്ട് ചെയ്യുക എന്നതായിരുന്നു ഉച്ചയൂണിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ദൗത്യം. എല്ലാവരും അത് ആസ്വദിച്ച് അതിൽ അഭിനയിച്ചു തകർത്തവർക്കെല്ലാവർക്കും വർഗീസ് കുട്ടി പ്രത്യേകം സമ്മാനങ്ങളും നൽകി. കൂടാതെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കൂടി ആഘോഷിക്കാനായി സാധിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാമായ യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ് ആണ് MGU3A എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ മെത്തഡോളജി തീം സെൻറ്റേഡ് ഇൻട്രാക്ഷൻ ആണ്. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ ഒരു പ്രത്യേക വിഭാഗമാണ് തീം സെൻറ്റേഡ് ഇൻട്രാക്ഷൻ. അതിനെ ലിവിങ് ലേണിംഗ് എന്നും Makeup section. Okay. Mercy teacher. Medicine. Kannada. Okay. Yourself. Satyakumari Flask. Satyakumari Flask. Just try it. Okay. Saji. പശുവിൻ്റെ ഘടന ഒരു പശു ഉണ്ടാവില്ല, പശുവിന് ഒരു സിംഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാനുണ്ടാവില്ല. അതേപോലെ ഒരു പുഴുവിൻ്റെ ജനിതകഘടന പുഴുവാവാനുള്ളതാണ്. ബട്ടർഫ്ലൈയുടെ ജനിതകഘടന വേറൊരു ബട്ടർഫ്ലൈ ആവാനുള്ളതാണ്. പക്ഷെ പുഴുവിൻ്റെ ജനിതകഘടന വേറെ ബട്ടർഫ്ലൈ. എനിക്കങ്ങോട്ട് തോന്നലേ ബർത്ത്ഡേ സെലിബ്രേഷന് ശേഷം വർഗീസ് കുട്ടിയുടെ കഥ കേൾക്കാനുള്ള
തത്രപ്പാടിലായിരുന്നു എല്ലാവരും. വലിയ ആകാംക്ഷയോടെ എല്ലാവരും കേൾക്കാനായി ഒരുങ്ങി. വർഗീസ് കുട്ടി സങ്കടത്തോടെ തൻ്റെ അനുഭവം എല്ലാവരുടെ മുൻപിലും പങ്കുവച്ചു. ബാല്യകാലം എന്നെ സംബന്ധിച്ച് വിഷുവിനെ കഴിഞ്ഞ് ഞാൻ ഒത്തിരി മുത്തതാണ്. പക്ഷെ ശിവൻ എന്ന് പറയുന്ന ആളുടെ അവസ്ഥ വിശേഷം, അദ്ദേഹം മൂപ്പര് സ്വർണ്ണപ്പണിക്കാരനാണ്, എനിക്കൊക്കെ മാല ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. ഈ ശിവൻ കല്യാണം കഴിക്കുന്ന ഒരു കണ്ടീഷൻ വരും, ഒരു പെണ്ണിനെ പ്രേമിക്കുകയാണ്. ആ പെണ്ണിനെ പ്രേമിക്കുന്നതോടുകൂടിയാണ് കഥ ആകെ തകിടം മറിയുകയാണ്. വളരെ നിർത്തണം അല്ല, 1.5 ഏക്കർ സ്ഥലമുള്ള വീട്ടിലെ ആളാണ് ശിവൻ. അപ്പന് സ്വർണ്ണപ്പടി, ശിവന് സ്വർണ്ണപ്പടി, ഇങ്ങനെ പോവുകയാണ്. വളരെ യഥാർത്ഥമായിട്ടുള്ള കഥയാണ് പറയുന്നത്, യാതൊരു മായവുമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ ശിവൻ ഈ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ തയ്യാറായി. ഒരു ടീച്ചർ, വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ ടീച്ചർ, മൂപ്പര് വിഭാഗത്തിൽപ്പെട്ട അല്ല, വേറെ ജാതിയിൽപ്പെട്ട, ജാതി ഏതാണെന്ന് പോലും നമ്മൾ ചോദിച്ചിട്ടില്ല, അറിയില്ല. എന്തായാലും ആ സ്വജാതിയിലല്ലാത്തതുകൊണ്ട് ആ വിവാഹം നടക്കുകയാണെങ്കിൽ, ഈ വീട്ടിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ ഞാൻ കെട്ടി തൂങ്ങി ചാവുമെന്നാണ് ഈ പെങ്ങൾ, സ്വന്തം പെങ്ങൾ പറയും. അങ്ങനെ ശിവൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ച വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. പെങ്ങൾ തൂങ്ങി മരിക്കുകയാണ് അവരുടെ വീട്ടിൽ തന്നെ. ആ വിവാഹത്തിൽ പങ്കെടുക്കേണ്ട എല്ലാവരും തമ്പിച്ചു പോവാണ്. ഭയമില്ലാത്തൊരു അവസ്ഥ, ഒരു വീട്ടിലും ഉണ്ടാകാത്ത ഒരു അവസ്ഥയാണ് ഞാൻ നോക്കിയത്. ഭയങ്കരമായ അവസ്ഥ. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അന്ന് അതിൻ്റെ ദിവസം അതിൻ്റെ അടുത്ത കാര്യങ്ങൾ ചടങ്ങുകളെല്ലാം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അറ്റാക്ക് ഇരിക്കുന്നു. 2 മരണം. ശിവൻ ഭാര്യയെ കൂടി വെളിയിലേക്ക് പോകണം പറഞ്ഞു. അങ്ങനെ മൃദുണിക്ക് മറുതുണിയില്ലാതെ ശിവൻ യാത്രയാവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, പോകേണ്ട വന്നു. അവരാരും പെങ്ങന്മാരും അനിയനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ശിവൻ ഈ ഭാര്യയും കൂട്ടി പോയ വീടാണ് ഞാൻ പറഞ്ഞ ഒരു വാടകയ്ക്കെടുത്ത് ഒരു ഇതാണ്. അത് 25,000 രൂപ കൊടുത്ത് അന്നത്തെ സമയത്ത് മേടിക്കുകയാണ് ആ മുറി വാടക. ആ മുറി 8 മുറി, അതിനകത്താണ് ഒരു മുറിയിൽ ഒരു ഇതിൽ കക്കൂസ്, ഒരു ഇതിനകത്ത് അടുക്കള. എൻ്റെ ശിവന് 2 പിള്ളേരും കൈ. ആ 2 പിള്ളേരെ പ്രതി ശിവൻ വളർന്നു വരികയാണ്. ഈ സമയത്താണ് ജപ്തി ഇതെല്ലാം വരുന്നത്. ആ ജപ്തി സമയത്ത് ആരും സഹായിക്കാനില്ല. ഈ ഈ ഈ കെട്ടിടമാണ് ജപ്തിയായിട്ട് പോകുന്നത്. അപ്പം ശിവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സഹായിക്കാമോ എന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ ആ 50,000 രൂപ കടം മേടിച്ച് കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. പൈസ പിന്നെ ആയാലും കിട്ടും. പക്ഷേ അവൻ്റെ അടുത്ത് നിന്ന് തൽക്കാലം പൈസ ഒന്നും കിട്ടാൻ ഒരു രക്ഷയില്ല, കാരണം അത്ര നിർത്തിയില്ല. ഞാൻ 50,000 രൂപ മേടിച്ച് കൊടുത്തു. അദ്ദേഹം വേറെ സന്തോഷിച്ച് ആ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ നന്ദിയൊക്കെ പറഞ്ഞ്. അത് 15 വർഷം മുമ്പാണ്. ആ അന്ന് മേടിച്ച പൈസക്ക് പിന്നെ ഒരു ഗ്യാപ്പ് വന്നത്, ഒരു ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൈസ തന്നിട്ട് പിന്നെ വന്നിട്ട് 2015 ലാസ്റ്റ് എനിക്ക് പൈസ തരും. പിന്നെ തന്നിട്ടേ ഇല്ല. പിന്നെ കാണുമ്പോൾ ഇവന് ഭയങ്കര ദുഃഖത്തോട് മാറിയിരിക്കും. അവൻ വളരെ, ഞാൻ പറയുന്നത് വിഷമിക്കൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ ഒരു ഊണ് കഴിച്ചു. പായസം കുടിച്ചതോടുകൂടി എല്ലാവരുടെയും വയറും മനസ്സും നിറഞ്ഞു. എല്ലാവരും കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം പിരിഞ്ഞു. ഇനിയും ഒരു ടൂറിന് ഒരുമിച്ച് കൂടാം എന്ന് പറഞ്ഞുകൊണ്ട്